എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ആലപ്പുഴ വരെ പോവാണ്. എറണാകുളം ആലപ്പുഴ എക്സ്പ്രസ്സിലാണ് ഞാനിന്ന് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് 4 മണിക്ക് പുറപ്പെട്ട് 5:30 അവിടെ ആലപ്പുഴ എത്തും. തിരിച്ച് ആ വണ്ടി 6:20 ആ വണ്ടിക്ക് തന്നെ 6:20 വന്ന് നേരെ 7:50 ആകുമ്പോൾ തിരിച്ച് ഇവിടെ എറണാകുളത്ത് എത്തുന്ന രീതിയിലാണ് ഇന്ന് ഞാൻ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് 2 പാർട്ടുകളുണ്ട്, അത് വരുന്നതായിരിക്കും. പിന്നെ അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടുന്ന് ഈ വണ്ടി വൈകിട്ട് 4 മണിക്ക് പുറപ്പെട്ട് 5:30 അവിടെ എത്തും. തിരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ 6:20 പുറപ്പെട്ട് 7:50 ഇവിടെ എത്തും. പോകുന്ന ട്രെയിൻ നമ്പർ അല്ല, തിരിച്ചു വരുന്ന ട്രെയിൻ നമ്പർ ഇതിന് വ്യത്യാസമുണ്ട്. കാര്യം ഈ വണ്ടിക്ക് റൈഡ് ഷെയറിംഗ് ഉണ്ട്. ആലപ്പുഴ ഗുരുവായൂരായിട്ടുണ്ട്, കായംകുളമായിട്ടുണ്ട്. ഇതിന് റൈഡ് ഷെയറിംഗ് ഉണ്ട്. ഇത് രാവിലെ 7:50 തിരിച്ചു വന്ന 7:50 ഇത് ആലപ്പുഴ വണ്ടിയായിട്ട് തിരിച്ച് രാവിലെ 7:50 ആലപ്പുഴ പോകുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി 4:02 വണ്ടി പുറപ്പെട്ടു. ഇത് 4:02 ആലപ്പുഴ എല്ലാ സ്റ്റോപ്പിലും എല്ലാ റെയിൽവേ സ്റ്റേഷനിലും സ്റ്റോപ്പുണ്ട്. ഇത് പാസഞ്ചർ വണ്ടിയായതുകൊണ്ട് ഇതിന് സ്റ്റോപ്പുണ്ട്. എക്സ്പ്രസ് എന്ന് പേര് മാത്രമേ ഉള്ളൂ, ഇതിനെല്ലായിടത്തും സ്റ്റോപ്പുണ്ട്. പിന്നെ ഈ വണ്ടി അധികം ഡിലേ ആവാറില്ലെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അധികം ഡിലേ വരാത്ത ഒരു പാസഞ്ചർ ട്രെയിനാണ്, അധികം പിടിച്ചിടുകയില്ല. ഇപ്പം നമ്മൾ പോകുന്ന ആലപ്പുഴ റൂട്ട് എന്ന് പറയുന്നത് സിംഗിൾ ട്രാക്കാണ്, ഒരിക്കലും ഡബിൾ ലൈനല്ല. കാര്യം സിംഗിൾ ട്രാക്ക് ആകുമ്പോൾ എല്ലാവർക്കും അറിയാം, തിരിച്ചിങ്ങോട്ട് വരുന്ന ട്രെയിനുകളൊക്കെ പിടിച്ചിടുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ വണ്ടി പോകുന്ന ആലപ്പുഴ റൂട്ട് സിംഗിൾ ട്രാക്ക് ആയതുകൊണ്ട് നമുക്ക് തിരിച്ച് എറണാകുളത്തോട്ട് വരുന്ന 2 വണ്ടികളുണ്ട്. ഒരെണ്ണം ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സും പിന്നെ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ്സും ഉണ്ട്. ഇപ്പോൾ കുമ്പളത്ത് നമ്മുടെ ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് അവിടെ കിടക്കുന്നുണ്ട്. ആ വണ്ടി നമുക്കറിയാം തിരുവനന്തപുരം ചെന്നൈ ആയിട്ട് റെയിൽ ഷെയറിംഗ് ഉള്ള വണ്ടിയാണ്. പിന്നെ നമ്മുടെ അതിനുശേഷം എനിക്കൊന്ന് ചേർത്തലയിൽ നമ്മുടെ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ്സും കിടക്കുന്നുണ്ട്. അപ്പോൾ ഗായ്സ്, ഇതാണ് ഞാൻ പറഞ്ഞത് ആലപ്പുഴയിൽ നിന്നും MGR ചെന്നൈ സെൻട്രലിലോട്ട് പോകുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. ഇത് വൈകിട്ട് 3:20 പുറപ്പെട്ട് പാലക്കാട് വഴിയാണ് ഇത് പോകുന്നത്. പിന്നെ ഇത് നമ്മുടെ ഇവിടെ പിടിച്ചിട്ടുണ്ട്. കാര്യം ഇത് സിംഗിൾ ട്രാക്ക് ആണല്ലോ. ഇതിന് HA1 ഉണ്ട്. HA1 എന്ന് പറഞ്ഞാൽ പകുതി ഫസ്റ്റ് എ സിയും പകുതി സെക്കൻഡ് എ സിയും. പക്ഷേ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ജനറൽ ക്ലാസ് സാധാരണക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. ജനറൽ ക്ലാസ് തന്നെ പകുതിക്ക് അവർ പൂട്ടിയിടും. അങ്ങനെ ഒരു വലിയൊരു ദ്രോഹം അവർ ചെയ്യുന്നുണ്ട്. അത് ദയവേത് അങ്ങനെ ചെയ്യാതിരിക്കുക പ്ലീസ്. അപ്പോൾ നമ്മൾ തുറവൂർ സ്റ്റേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ മുന്നിൽ കാണുന്നതാണ് കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് എന്ന് പറയുന്നത്. ഈ വണ്ടി ഇവിടെ നിന്ന് 5:15 എറണാകുളം ജംഗ്ഷനിലെത്തും. ഇത് എക്സ്പ്രസ് ട്രെയിൻ ആയതുകൊണ്ട് ഇതിന് സ്റ്റോപ്പുകളുണ്ട്. ഇത് വൈകിട്ട് 11 മണി മുതൽ 12 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ കണ്ണൂർ എത്തിച്ചേരുക. കണ്ണൂർ വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടിയിലും നിങ്ങൾ യാത്ര ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഗായ്സ്, നമ്മൾ ചേർത്തല റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ വണ്ടിയുടെ സ്പീഡ് നോക്കിയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അതൊരു പ്രത്യേക സ്പീഡാണ്. 104 km/h ഈ വണ്ടി പോകുന്നത്. ഒരു സാധാരണ പാസഞ്ചർ വണ്ടിയാണ്. ഓർക്കണം, ഞാൻ 20 രൂപ കൊടുത്ത് കയറിയ വണ്ടി 104 km/h. സൂപ്പർ. ഇന്ത്യൻ റെയിൽവേ പുരോഗമിക്കുന്നുണ്ട്. ഞാൻ കൺഗ്രാജുലേഷൻ കൊടുക്കും സ്പീഡിൻ്റെ കാര്യത്തിൽ. പിന്നെ നമ്മളിപ്പോൾ ചേർത്തല എത്തിയിരിക്കുകയാണ്. നമ്മുടെ പിന്നാലെ വരുന്ന ഏറനാട് എക്സ്പ്രസ് 2 മണിക്കൂർ ലേറ്റാണ്. എന്താണ് കാരണമെന്ന് എനിക്കറിയില്ല, എങ്കിലും 2 മണിക്കൂർ ലേറ്റ്.
അങ്ങനെ ഗായ്സ് നമ്മൾ ആലപ്പുഴ എത്തി. കൃത്യം 5:30 നമ്മൾ ആലപ്പുഴ എത്തി. ഇനി ആ വണ്ടി തന്നെ തിരിച്ച് 6:20 എവിടെ എങ്ങോട്ടാ തിരിച്ച് എറണാകുളത്തോട്ട് പോകുന്നുണ്ട്. അത് വേറെ ട്രെയിൻ നമ്പറാണ്. അപ്പോൾ ഇത് തന്നെ റൈറ്റ് ഷെയറിംഗ് ഉള്ള വണ്ടിയാണ്. കാര്യം ഇത് എറണാകുളം കായംകുളമായിട്ട് പോകുന്നു, എറണാകുളം ആലപ്പുഴയായിട്ട് പോകുന്നു, ഇത് എറണാകുളം ഗുരുവായൂരായിട്ട് പോകുന്നു. അങ്ങനെ ഇത് റൈറ്റ് ഷെയറിംഗ് ഉള്ള വണ്ടിയാണ് ഈ നമ്മുടെ ഞാൻ ഇപ്പോൾ വന്ന ആലപ്പുഴ സ്പെഷ്യല്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എൻ്റെ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു.